ഓൺലൈനിൽ മേക്കപ്പ് വാങ്ങിക്കുന്നവരായിരിക്കും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പൈസ കൂട്ടി വെച്ചിട്ടായിരിക്കും ഒരു ഫൗണ്ടേഷൻ വാങ്ങിക്കുന്നത്. അത് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് ഡാർക്കർ ആയിരിക്കും, അല്ലെങ്കിൽ അത് ലൈറ്റർ ആയിരിക്കും. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ഓഫ്ലൈൻ സ്റ്റോറിൽ പോയിട്ട് ഫൗണ്ടേഷൻ ഷെയ്ഡ് സെലക്ട് ചെയ്തൊക്കെ വാങ്ങിച്ചു. അവിടുത്തെ ചേച്ചി പറഞ്ഞ സെറ്റ് ഷെയ്ഡാണ്, അടിപൊളിയായിട്ടുണ്ട്, പൊളിയായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ സന്തോഷത്തോടൊക്കെ വന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്നുകിൽ അത് ഡാർക്കർ അല്ലെങ്കിൽ അത് ലൈറ്റർ. ഇതിലേതെങ്കിലുമൊക്കെ അവസ്ഥയിൽ കൂടെ പോയവരായിരിക്കും നിങ്ങൾ അല്ലേ? എനിക്കറിയാം. കാര്യം എനിക്കറിയാമെന്നുള്ള പലരും ഈ ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ടുള്ളവരാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്നോട് പലരും ഫൗണ്ടേഷൻ ഷെയ്ഡ് എങ്ങനെ ഓൺലൈനിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഫൗണ്ടേഷൻ ഷെയ്ഡ് ചൂസ് ചെയ്യണം എന്നോട് ചോദിച്ചു. ഞാൻ ഓൾറെഡി അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു അപ്ഡേറ്റഡ് വേർഷനാണ്. ഇതിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി, ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ഞാൻ പല പോയിന്റ്സ് ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, എന്ത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. പല ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഉണ്ട്. ലിക്വിഡ് ഫൗണ്ടേഷൻ, പൗഡർ ഫൗണ്ടേഷൻ, ക്രീം ഫൗണ്ടേഷൻ, സ്റ്റിക്ക് ഫൗണ്ടേഷൻ. ഇതിൽ ലിക്വിഡ് ഫൗണ്ടേഷൻ തന്നെ വീണ്ടും പല ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് ഉണ്ട്. സാറ്റിൻ ഫൗണ്ടേഷൻ, സാറ്റിൻ ഫിനിഷ് ഫൗണ്ടേഷൻ, ടിൻറ്റഡ് ഫൗണ്ടേഷൻ, മാറ്റ് ഫൗണ്ടേഷൻ, മാറ്റ് ഫിനിഷ്, ഡൂയി ഫിനിഷ് ഫൗണ്ടേഷൻ, ഇങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പല ഫിനിഷാണ് അതിന് വരുന്നത്. ഇപ്പോൾ ക്രീം ഫൗണ്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതൊരു ഹൈ കവറേജ് അല്ലെങ്കിൽ ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ക്രീം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഡ്രൈ സ്കിന്നുകാർക്ക് നന്നായിട്ട് സൂട്ട് ആവുന്നൊരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ് ക്രീം ഫൗണ്ടേഷൻ. ഇപ്പോൾ സ്റ്റിക്ക് ഫൗണ്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ബിൽഡബിൾ കവറേജിൽ വരുന്നൊരു ഫൗണ്ടേഷനാണ് സ്റ്റിക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കുറച്ചും കൂടെയൊക്കെ ഒരു എന്താ പറയുക, പ്രാക്ടീസ് ആയവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ക്രീം ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലിക്വിഡ് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുക. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു ഫൗണ്ടേഷൻ കൂടിയാണ് ലിക്വിഡ് ഫൗണ്ടേഷൻ. അപ്പോൾ നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ആദ്യം ചൂസ് ചെയ്യാം. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് വേണ്ടതെന്ന് ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, എന്ത് കവറേജ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. മൂന്ന് ടൈപ്പ് ഓഫ് കവറേജ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഷിയർ കവറേജ്, 2 മീഡിയം കവറേജ്, 3 ഫുൾ കവറേജ്. ഇതിൽ ഷിയർ കവറേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിന്നാണ്, പാടുകളും കുത്തുകളും ഒന്നും ഇല്ലാത്ത സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഷിയർ കവറേജ് ഫൗണ്ടേഷൻ തന്നെ ധാരാളമാണ്. നല്ല ഒരു ബേസ് നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ല, കുറച്ച് കുത്തും പാടൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു മീഡിയം കവറേജ് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാം. ഈ മീഡിയം കവറേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിനെ ഒരു സ്റ്റെപ്പ് താഴ്ത്തി ഷിയർ കവറേജ് ആക്കാനും പറ്റും, ഒരു സ്റ്റെപ്പ് മേലേക്ക് കൊണ്ടുപോയി ഫുൾ കവറേജ് ആക്കാനും പറ്റും. ഇനി ഫുൾ കവറേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കളർ കറക്ടറോ അല്ലെങ്കിൽ കൺസീലേഴ്സോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ വെച്ച് തന്നെ എല്ലാ പാടുകളും കുത്തുകളും ഒക്കെ മായ്ച്ച് നല്ലൊരു ഫ്ലോലെസ് ബേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ബ്രൈഡൽ അല്ലെങ്കിൽ ബ്രൈഡ്സിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഫുൾ കവറേജ് ഫൗണ്ടേഷൻസ് ആണ്. ഓക്കെ, ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ആയിരിക്കും ഫുൾ കവറേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ കവറേജ് വരുമ്പോൾ കുറച്ചൊരു ഹെവി ഫീലിംഗ് ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ടെക്നോളജി വളർന്നതോടുകൂടെ തന്നെ ഫൗണ്ടേഷൻസും അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഫുൾ കവറേജ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസും ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ചൂസ് ചെയ്യാം. ഇനി അടുത്ത കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത്, സ്കിൻ ടോൺ ആൻഡ് അണ്ടർ ടോൺ ആണ്. ഇത് രണ്ടും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്കിൻ ടോൺ എന്ന് പറയുന്നത് 3 ടൈപ്പ് ഓഫ് സ്കിൻ ടോൺ ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്കിൻ ടോൺ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈറ്റ്, മീഡിയം, ഡീപ്പ്, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് സ്കിൻ ടോൺസ് ആണ് ഉള്ളത്. എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ ഞാൻ ലൈറ്റ് അല്ല. ഞാനൊരു മീഡിയം, ലൈറ്റ് ടു മീഡിയത്തിൽ വരുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ലൈറ്റ് സ്കിൻ ടോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കശ്മീരി പിള്ളേരൊക്കെ കണ്ടിട്ടില്ലേ, അവിടുത്തെ പെൺകുട്ടികൾ ഭയങ്കര വെളുത്ത് തുടുത്ത് ആപ്പിൾ പോലെ ഇരിക്കുന്ന പെൺകുട്ടികളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ലൈറ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മളൊരു മീഡിയം, നമ്മളെപ്പോഴും ഒരു ഡസ്കി ബ്രൗൺ വീറ്റിഷ് സ്കിൻ ടോണിലൊക്കെ വരുന്ന കാറ്റഗറിയാണ്. അതിൽ തന്നെ ലൈറ്റ് ടു മീഡിയത്തിൽ പെടുത്താം എന്നെ. ഓക്കെ, ഞാൻ എടുത്ത് പറഞ്ഞ കാര്യം, എന്നെ പോലത്തെ സ്കിൻ ടൈപ്പ് ഉള്ള ആളും ഇത് കാണുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആവും ഏത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ലൈറ്റ്, മീഡിയം, ഡീപ്പ്, ഇതിൽ ഏതാണ് നിങ്ങളുടെ കാറ്റഗറി എന്ന് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇനി അണ്ടർ ടോണും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക.
അണ്ടർടോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 3 കാര്യങ്ങളുണ്ട്. ഒന്ന് വാം അണ്ടർടോൺ, പിന്നെ കൂൾ, പിന്നെ ന്യൂട്രൽ. ഇതിൽ വാം ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വെയിൻസ് നോക്കുക. വെയിൻസിൽ ഗ്രീൻ കളറാണ് നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാം അണ്ടർടോണിൽ വരും. അതുപോലെ തന്നെ നിങ്ങൾ ബ്ലൂ, പേർപ്പിൾ കളർ ഓഫ് വെയിൻസ് ആണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂൾ അണ്ടർടോണിൽ വരും. അപ്പോൾ നിങ്ങൾ രണ്ടും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഗ്രീനും പേർപ്പിളും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ അണ്ടർടോണിലാണ് വരുന്നത്. ഞാൻ വാം ന്യൂട്രൽ അണ്ടർടോണിലാണ് വരുന്നത്. കൂളല്ല, വാം ന്യൂട്രൽ അണ്ടർടോൺ. ഓക്കെ, അപ്പം നമ്മുടെ സ്കിൻ ടോണും കണ്ടുപിടിച്ച് കഴിഞ്ഞു, അണ്ടർടോണും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ചാർട്ടുണ്ട്, അത് മേബ്ലിൻ ഫിറ്റ് മീയിൽ വരുന്ന ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് ആണ്. അതിൽ നമ്മുടെ സ്കിൻ ടോണിൻ്റെ ബേസിസിലും അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ കാണുന്ന ചാർട്ടിൽ അവർ അണ്ടർടോണിൻ്റെ ബേസിലും ഈ ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഷെയ്ഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 310 സൺ ബേജ് ആണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും സൺ ബേജ് എന്ന് പറയുന്ന ഷെയ്ഡ് മീഡിയത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ അത് മോർ യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്, വാം കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, അണ്ടർടോണും സ്കിൻ ടോണും കണ്ടുപിടിക്കണതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ഭാഗത്തായിട്ടാണ് ഈ നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ, നമ്മുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് വരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ സ്കിൻ ടോണും അണ്ടർടോണും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് രണ്ടും ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് കണ്ടുപിടിക്കാനും ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഷെയ്ഡുമായിട്ട് മാച്ച് ആവുന്ന ഒരു 4-5 ഷെയ്ഡ് കണ്ടുപിടിക്കുക. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഓക്കെ ഇത് നമ്മുടെ ഫൗണ്ടേഷൻ ആയിരിക്കും, നമ്മുടെ ഷെയ്ഡ് ആയിരിക്കും എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും നമുക്ക് മാച്ച് ആവും എന്നുള്ളത്. ആ ഒരു രീതിയിൽ നിങ്ങളൊരു 3-4 ഷെയ്ഡ്സ് കണ്ടുപിടിക്കുക. ഞാനാണിപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാം കാറ്റഗറിയിൽ മീഡിയം ആ ഒരു ഇതിൽ വരുന്ന കുറച്ച് ഷെയ്ഡ്സ് ചൂസ് ചെയ്യും. ഇപ്പോൾ ഇതിൽ 310 ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യും. 310 ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഫൗണ്ടേഷൻ കാണുമ്പോഴേ മനസ്സിലാവും ഒരു എന്താ പറയുക, ഒരു വീറ്റിഷ് മീഡിയം റേഞ്ചിലായിരിക്കും ആ ഒരു ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് വരുന്നത്. 310 ഞാൻ ചൂസ് ചെയ്യും, 312 ഞാൻ ചൂസ് ചെയ്യും, 320 ഞാൻ ചൂസ് ചെയ്യില്ല. കാര്യം 320 എനിക്കൊരു ഒരു പിങ്കിഷ് ടോണിലോട്ട് പോണ പോലെ തോന്നുന്നുണ്ട്. സോ ഞാൻ അത് ചൂസ് ചെയ്യില്ല. പക്ഷേ ഇത് പിങ്കിഷ് ടോൺ ആയിരിക്കില്ല, അത് എനിക്ക് തോന്നുന്നതാണ്. നമുക്ക് കാണുമ്പോൾ ഉള്ളൊരു തോന്നലും ഇടുമ്പോഴും ഡിഫറെൻ്റ് ആണ്. എപ്പോഴും മനസ്സിലാക്കുക, ഫൗണ്ടേഷൻ കാണുന്നതും ഒരു ബോട്ടിൽ നമ്മൾ ഫൗണ്ടേഷൻ കാണുന്നതും നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴും അതിൻ്റെ കളർ ഡിഫറെൻ്റ് ആയിരിക്കും, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അത് നിങ്ങൾ സൂക്ഷിച്ച് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ 310, 312, പിന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നത് 238 ഒക്കെ ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്. അതിൽ 320 ഞാൻ ചൂസ് ചെയ്യില്ല, 245 ഞാൻ ചൂസ് ചെയ്യില്ല, 242 ഞാൻ ചൂസ് ചെയ്യില്ല. അത് എൻ്റെ ഒരു അസംഷനാണ്. ഓക്കെ, ഇതൊക്കെ എൻ്റെ മാച്ച് ആയിരിക്കും എന്നുള്ളത്. അതിന് ശേഷമാണ് നമ്മൾ ഫൗണ്ടേഷൻ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെയൊക്കെ സ്വാച്ച് വീഡിയോസ് കാണും. സ്വാച്ച് വീഡിയോസ് ഒന്നുകിൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഫൗണ്ടേഷൻ ഷെയ്ഡ് സ്വാച്ച് ചെയ്ത് കാണിക്കുന്നത് ഉണ്ടാവും. അതൊക്കെ ഒന്ന് കാണും. അതിനുശേഷം എൻ്റെ അതേ ഒരു സ്കിൻ ടോണിൽ വരുന്ന കുറച്ച് യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടുപിടിച്ചിട്ട് അവരുടെ വീഡിയോസിൽ അവർ ഏത് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടുപിടിക്കും. ഇത് കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ്, പക്ഷേ അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഫൗണ്ടേഷൻ ഷെയ്ഡ് ചൂസ് ചെയ്യാനുള്ളതിൽ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കാറ്റഗറി കണ്ടുപിടിച്ചിട്ട് ഒരു കൺക്ലൂഷനിൽ ഞാൻ എത്തും. ഓക്കെ, ഈ ഒരു ഷെയ്ഡ് ആയിരിക്കും എനിക്ക് മാച്ച് ആവുന്നതെന്നുള്ളത് ഒരു കൺക്ലൂഷനിലെത്തും. ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതുവരെ ഞാൻ ചൂസ് ചെയ്ത ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡും എനിക്ക് ഫ്ലോപ്പ് ആയിട്ടില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമാണ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് കണ്ടുപിടിക്കാനായിട്ട്. ഇൻസ്റ്റഗ്രാമിൽ ആദ്യം സ്റ്റോറീസിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുക. അതിനുശേഷം കളർ ടൂൾ വെച്ചിട്ട് നമ്മുടെ സ്കിൻ കളർ കണ്ടുപിടിക്കുക. എന്നിട്ടൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഈ ഫൗണ്ടേഷൻ ചാർട്ടും ഈ ഒരു ഫോട്ടോയും വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക.
അപ്പോൾ നമുക്ക് ഏകദേശം മാച്ച് ആവുന്ന രീതിയിൽ ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഫൗണ്ടേഷൻ ഷെയ്ഡ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു മെത്തേഡ് മാത്രമാണ്. ഒരു 95% വരെ നമുക്ക് കറക്റ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓൺലൈനിൽ ഫൗണ്ടേഷൻ ഷെയ്ഡ് ചൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ഷെയ്ഡ് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ഷെയ്ഡ് അറിയാം, വേറൊരു ബ്രാൻഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡ് ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സൈറ്റാണ് Findation.com എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് വർക്കാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാവുന്ന ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ലിസ്റ്റ് ഓഫ് ഫൗണ്ടേഷൻസ് തരും. ഷെയ്ഡ്സ് ഉൾപ്പെടെ ഏത് ബ്രാൻഡ് ഏത് ഷെയ്ഡ് ചൂസ് ചെയ്യണം എന്നുള്ളത്. അവർ കൺസീലേഴ്സ് വേണമെങ്കിലും തരും, ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് വേണമെങ്കിലും തരും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓഫ്ലൈനിൽ എങ്ങനെ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാത്തതിൻ്റെ കാര്യം, നമുക്കതൊരു വേറൊരു വീഡിയോയിൽ ലൈവായിട്ട് പോയി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെയാണ് സംഭവം വർക്കാവണം എന്നുള്ളത്. എന്നാലും ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളൊരു ഓഫ്ലൈൻ സ്റ്റോറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം അവർ കുറച്ച് ഷെയ്ഡ്സ് ചൂസ് ചെയ്ത് തരും. ആദ്യം നിങ്ങൾ സ്കിൻ ടോണും അണ്ടർ ടോണും ഒക്കെ ഒന്ന് മനസ്സിൽ വച്ചിട്ട് വേണം കേട്ടോ ഓൺലൈൻ സ്റ്റോറിൽ പോകാനായിട്ട്. എന്നിട്ട് ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഷെയ്ഡൊന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ട് പോയിട്ട് ഇതൊക്കെ ഒന്ന് അവിടെ നിന്ന് വാങ്ങിക്കാം. പൈസ കൊടുത്ത് വാങ്ങിക്കാനല്ല, അവരോട് എടുത്തു തരാൻ പറയാം. ഓക്കെ, എന്നിട്ട് സ്വാച്ച് ചെയ്യാം. എങ്ങനെ സ്വാച്ച് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങനെ സ്വാച്ച് ചെയ്യും. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ സ്വാച്ച് ചെയ്യും. ഓക്കെ, കഴുത്ത് വരെ പോണേ. ഇവിടെ നിന്ന് ഇങ്ങനെ സ്വാച്ച് ചെയ്യും. ഇവിടെ കളർ വേറെ ആയിരിക്കും, ഇവിടെ കളർ വേറെ ആയിരിക്കും. അങ്ങനെ ഇട്ടുകൊണ്ട് വരരുത്. ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ സ്വാച്ച് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 3 ഷെയ്ഡാണെങ്കിൽ 3 ഷെയ്ഡും ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാം. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ബാക്കി ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരിക. തിരിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഓക്സിഡൈസ് ആവുന്നുണ്ടോ. ഓക്സിഡൈസ് ആവുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഷെയ്ഡ്സാണ് എനിക്ക് കറക്റ്റായിട്ട് വന്ന് കിടക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഷെയ്ഡ്സാണ് എനിക്ക് കറക്റ്റ് അല്ലാത്തതെന്ന് കറക്റ്റായിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ആ ഒരു മഞ്ഞ ലൈറ്റിൽ, ആ ഒരു വാം ലൈറ്റിൻ്റെ വെട്ടത്തിരുന്ന് നിങ്ങൾ മനസ്സിലാക്കൽ, കുറച്ചും കൂടി നാച്ചുറൽ ലൈറ്റിൻ്റെ വെട്ടത്തിരുന്നിട്ട് പോയിട്ട് നോക്കുക ഏതാണ് ഓക്സിഡൈസ് ആവാത്തത്, ഏതാണ് ഓക്സിഡൈസ് ആയതെന്നുള്ളത്. എന്നിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, അതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഷെയ്ഡ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ വന്നൊരു കോമെൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.